ഞാൻ ലാസ്റ്റ് ഇട്ട സാരി സീരീസ് വീഡിയോയിൽ കോഡ് സെറ്റിന്റെ സ്റ്റിച്ചിങ് വീഡിയോ വേണമെന്ന് 2-3 കമന്റ്സ് വന്നിരുന്നു. അപ്പോൾ ഇത് ആ കുർത്തിയുടെ ഫുൾ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വീഡിയോയിൽ ഞാൻ സാരി മെറ്റീരിയൽ ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. പക്ഷേ ഇപ്രാവശ്യം കോഡ് സെറ്റിന്റെ മെറ്റീരിയൽ ആയിട്ട് തന്നെ പാൻറ്റിനും ടോപ്പിനും കൂടെ വാങ്ങിയത് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അത് നമ്മൾ സാധാ ചുരിദാറിന് കട്ട് ചെയ്യുന്ന പോലെ എത്രത്തോളമാണ് നമ്മുടെ അളവിനനുസരിച്ച് 4 മടക്കി വെക്കണം. എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 34 അപ്പം 34ന്റെ 4/1 8.5, പിന്നെ തയ്യൽ തുമ്പ് 2 കൂടെ കൂട്ടി 10.5 ഞാൻ ഈ മടക്കിയിരിക്കുന്നത്. 10.5 വീതം ഈ 4 ഭാഗത്തുമുണ്ട്. അവിടുന്ന് തുണി ഏങ്കോണിച്ച് പോവാതിരിക്കാൻ വേണ്ടി ഒരു സ്ട്രെയിറ്റ് ലൈൻ ആദ്യം വരച്ചിട്ടാണ് ഷോൾഡർ സൈസ് ആയിട്ടുള്ള 7.5 ഞാൻ ആദ്യമേ മാർക്ക് ചെയ്യുന്നത്. 7.5 മാർക്ക് ചെയ്ത് കഴിഞ്ഞ് നെക്കിന് ഞാനൊരു 3.5 മാർക്ക് ചെയ്യുന്നത്. എനിക്ക് ഇച്ചിരി വൈഡായിട്ട് കിടക്കുന്ന കോളറാണ് ഇഷ്ടം. നിങ്ങൾക്ക് ഇച്ചിരി ഒതുങ്ങിയ കോളറാണ് വേണ്ടതെങ്കിൽ ഒരു 3 മാർക്ക് ചെയ്താൽ മതിയാവും. എന്നിട്ട് ഷോൾഡറിൽ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴത്തേക്ക് മാർക്ക് ചെയ്തിട്ടാണ് ഞാൻ ഷോൾഡർ ലൈൻ വരച്ചു കൊടുക്കുന്നത്. കാരണം കൈക്കുഴിയുടെ അവിടെ തുണി കെട്ടിക്കിടക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 1/2 ഇഞ്ച് ഷോൾഡർ ലൈനിൽ താഴ്ത്തി മാർക്ക് ചെയ്യുന്നത്. എന്നിട്ട് ആ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടുന്ന് നെക്കിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ കൊടുക്കണം. അതേപോലെ തന്നെ ആ 1/2 ഇഞ്ചിൽ നിന്ന് താഴത്തേക്ക് ഒരു 7 ഇഞ്ച് ആം ഹോളിന് വേണ്ടി മാർക്ക് ചെയ്യണം. ചെസ്റ്റ് സൈസും കൂടെ എടുത്തിട്ടാണ് ആം ഹോൾ മാർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പം സ്ട്രെയിറ്റ് ലൈൻ എടുത്തോ, എന്നിട്ട് ചെസ്റ്റ് സൈസ് എത്രയാണെന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ആം ഹോൾ മാർക്ക് ചെയ്താൽ മതിയാവും. ഇവിടെ എൻ്റെ ചെസ്റ്റ് സൈസ് വരുന്നത് 9.5 ഇഞ്ചാണ്. അപ്പോൾ 9.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ആം ഹോൾ കർവ് എടുക്കാൻ വേണ്ടിയിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ആ 1 ഇഞ്ച് ഡിസ്റ്റൻസിൽ നമ്മൾ ആ 9.5 ഇഞ്ച് വരച്ച അവിടെ നിന്ന് ഒരു കർവ് രൂപത്തിൽ ആം ഹോൾ വരക്കണം. എന്നിട്ട് സ്ലിറ്റ് മാർക്ക് ചെയ്യാനായിട്ട് ഞാനിവിടെ 19 ഇഞ്ചാണ് എടുക്കുന്നത്. 19 ഇഞ്ചിൻ്റെ അവിടെ ഞാൻ മാക്സിമം തുണി എടുക്കുന്നുണ്ട്. ഇത് സ്ലിറ്റിൻ്റെ അവിടെ നല്ല ലൂസായിട്ട് കിടക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞാൻ സ്ലിറ്റ് തയ്ക്കുന്നതിന് മുന്നേ ഞാനൊന്ന് ഷേപ്പ് ചെയ്ത് കുറച്ച് കട്ട് ചെയ്ത് കളയാറുണ്ട്. ഇപ്പം ഞാൻ മാക്സിമം 11 തന്നെ എടുക്കുന്നുണ്ട്. എന്നിട്ട് ആ അടയാളപ്പെടുത്തിയ മാർക്കിലൂടെ ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്ത് സ്ലിറ്റ് സ്ട്രെയിറ്റ് ലൈൻ ഞാൻ നേരെ എടുക്കും. മാക്സിമം വേണ്ടത്രയും തന്നെ ലെങ്തിലായിരുന്നു ഞാൻ തുണി വെച്ചിരുന്നത്. അതുകൊണ്ട് ഞാൻ നേരെ തന്നെ സ്ലിറ്റിന് സ്ട്രെയിറ്റ് ലൈനായിട്ട് കട്ട് ചെയ്ത് പോകുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഫ്രണ്ടും ബാക്കും നെക്ക് ഡിഫറെൻ്റ് ആയതുകൊണ്ടാണ് തുണി സെപ്പറേറ്റ് ആയിട്ട് മടക്കിയത്. എന്നിട്ട് നെക്ക് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യുന്നുമില്ല, കട്ട് ചെയ്യുന്നുമില്ല. ഫുൾ ബോഡി കട്ട് ചെയ്ത് കഴിഞ്ഞ് മാറ്റിയിട്ട് വേണം നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാനും കട്ട് ചെയ്യാനും വേണ്ടിയിട്ട്. ബാക്ക് നെക്ക് നമ്മൾ ഒന്നും ചെയ്യുന്നില്ല, ഇതേപോലെ തന്നെ വിടുവാണ്. കോളർ നെക്ക് ആയതുകൊണ്ട് ബാക്കിലൊന്നും ചെയ്യുന്നില്ല. ബാക്ക് പീസ് മടക്കി വെച്ചിട്ട് നമുക്ക് ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യണം. ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാനായിട്ട് ഞാൻ പൊതുവേ 7 ഇഞ്ചാണ് എടുക്കുന്നത്. ഇവിടെ കോളറും കൂടെ വരുന്നത് കൊണ്ട് ഒരു 1/2 ഇഞ്ച് കൂടെ കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ കോളർ ഉള്ളതുകൊണ്ട് വി നേരെ കൂർപ്പിച്ചെടുക്കരുത്. താഴെയും ഒരു 1/2 ഇഞ്ച് മാറ്റി വെച്ചിട്ട് അവിടുന്ന് വേണം വി തുടങ്ങാനായിട്ട്. ഇനി കൈയുടെ പീസ് വെട്ടാനായിട്ട് 2 പീസ് തുണി 4ആയിട്ട് മടക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ ടോപ്പിനെടുത്ത ആം ഹോളിൻ്റെ അളവ് 7 ഇഞ്ചായിരുന്നു. അത് തന്നെ ഇവിടെ എടുത്താൽ മതിയാവും. ഞാൻ തയ്യൽ തുമ്പ് കൂടെ ആഡ് ചെയ്ത് 9 എടുത്തത് അറിയാണ്ട് എടുത്തതാണ്. ഞാൻ അവസാനം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞത് വെട്ടി മാറ്റുന്നുണ്ട്. പിന്നെ കൈവണ്ണ എടുക്കുന്നത് 6ഉം പിന്നെ ആ കർവ് വരക്കാനുള്ള അവിടെ അകലം എടുത്തത് 4. നമ്മളിതിൽ സാധാ പോലെ തന്നെയാണ് കൈ വെട്ടിയിരിക്കണം. ആകെ നീളം ഒരു 2.5 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ആ ഭാഗം മടങ്ങി വരുന്നത് കൊണ്ടാണ് നീളം 2.5 ഇഞ്ച് കൂടുതൽ എടുത്തത്. മൊത്തത്തിൽ നീളം ഞാൻ ഇതിൽ 14 എടുത്തിരിക്കുന്നത്. ഇനി ഇത് തയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം ഇതിൻ്റെ ചീത്തവശത്തേക്ക് വെച്ച് നമ്മൾ ഈ തുണിയുടെ അറ്റം ഒന്ന് മടക്കി അടിച്ചു കൊടുക്കണം. എന്നിട്ട് വേണം നമ്മളിത് നല്ല വശത്തേക്ക് ഒന്ന് മടക്കി കൊടുക്കാനായിട്ട്. നമുക്ക് എന്തോരാണോ മടക്ക് വേണ്ടത്. ഞാനിവിടെ 2 ഇഞ്ചായിരുന്നു നീളം കൂടുതൽ എടുത്തത്. അപ്പോൾ ആ 2 ഇഞ്ച് മടക്കിന് വേണ്ടിയിട്ട് ഞാനൊന്ന് മടക്കി കൊടുക്കണം. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുണി മടക്കിയിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം ഒന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ സെൻറ്റർ ഭാഗം ഒന്ന് ചോക്ക് വെച്ച് നോട്ട് ചെയ്തിട്ട് ആ നോട്ട് ചെയ്ത് ഇതിൻ്റെ 1/2 ഇഞ്ച് റൈറ്റിലോട്ടും 1/2 ഇഞ്ച് ലെഫ്റ്റിലോട്ടും ഒന്ന് ഒരു മാർക്ക് ചെയ്യണം. ആ മാർക്ക് വേണം നമ്മൾ ആ സെൻറ്ററിൽ പോയിന്റിലേക്ക് കണക്ട് ചെയ്ത് ഒരു വി പോലുള്ള ഷേപ്പിലേക്ക് വരക്കാനായിട്ട്. ഇനി ആ വി പോലുള്ള ഷേപ്പിലേക്ക് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. സ്റ്റിച്ച് ചെയ്യാൻ നേരം മടക്കി അടിച്ച ഭാഗത്തേക്ക് കയറാൻ പാടില്ല. അതിന് തൊട്ട് മുമ്പ് നിർത്തി വേണം ആ വി പോർഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്.
വി പോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ സെൻറ്റർ ഭാഗം കട്ട് ചെയ്തിട്ട് വേണം നമ്മളിതൊന്ന് മറിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. നിവർത്തിയെടുക്കാൻ നേരം എഡ്ജുകളൊക്കെ നന്നായിട്ട് തന്നെ നിവർത്തിയെടുക്കണം. കാരണം ഇത് നമ്മളിപ്പം തിരിച്ചു വെച്ച് സ്റ്റിച്ച് ചെയ്യും, അത് കഴിഞ്ഞ് നമുക്ക് നിവർത്താനായിട്ട് പറ്റില്ല. അതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ നല്ലതുപോലെ തന്നെ എഡ്ജൊക്കെ ഒന്ന് നിവർത്തിയെടുക്കണം. ഇപ്പോഴേക്കും നമ്മുടെ ആ കൈയുടെ ആ ഡിസൈൻ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആ ഒരു ഭാഗം കൂടെ ഒന്ന് അടിച്ചു വെച്ചാൽ മതി. കണ്ടോ, ഇപ്പം നമുക്ക് പ്രോപ്പറായിട്ടുള്ള സ്ലിറ്റഡ് ഹാൻഡ് സ്ലീവ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യം വെട്ടി വെച്ചിരുന്ന ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ലൈനിങ്ങോട് അറ്റാച്ച് ചെയ്യണം. അപ്പോൾ നമുക്ക് അടിച്ച് മറിക്കുകയൊന്നും വേണ്ട, ഇതുപോലെ തന്നെ ഡയറക്റ്റായിട്ട് നേരെ വെച്ച് അടിച്ചാൽ മതി. കാരണം ഇതിൽ കോളർ അറ്റാച്ച് ചെയ്യേണ്ടതുകൊണ്ട് അടിച്ച് മറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈനിങ്ങിനോട് ചേർത്ത് തന്നെ ഫ്രണ്ട് പീസും ബാക്ക് പീസും നേരെ തന്നെ അടിച്ചെടുക്കണം. ഇതാണ് ബാക്ക് പീസ്, അവിടെ നെക്ക് വെട്ടിയിട്ടില്ല. ഇങ്ങനെയാണ് നമ്മൾ ബാക്ക് പീസ് അടിച്ചെടുക്കേണ്ടത്. നല്ല വശം വെച്ചിട്ട് തന്നെയാണ് 2 പീസും അടിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഷോൾഡറിൻ്റെ പോർഷൻ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം. വീഡിയോയിൽ കാണുന്ന പോലെ കറക്റ്റായിട്ടൊന്ന് അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആ ഷോൾഡറിൻ്റെ പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കോളറിൻ്റെ ലെങ്ത് ആണ് എടുക്കേണ്ടത്. അതിനുവേണ്ടി ഇതേപോലെ ടേപ്പ് വെച്ചിട്ട് ഒന്ന് ചുറ്റി എത്രയാണോ അളവ് വരുന്നതെന്ന് മെഷർ ചെയ്യണം. എനിക്കിവിടെ കിട്ടിയിരിക്കുന്നത് 25 ഇഞ്ചാണ്. ഞാൻ തയ്യൽ തുമ്പും കൂടെ കൂട്ടി 27 എടുക്കുന്നുണ്ട്. 27 ഇഞ്ച് നീളത്തിലും 3 ഇഞ്ച് വീതിയിലുമാണ് ഞാൻ കോളറിന് വേണ്ടി തുണി കട്ട് ചെയ്തിരിക്കുന്നത്. എനിക്ക് അധികം വണ്ണമുള്ള കോളർ ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ 3 ഇഞ്ച് വീതിയിൽ എടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റിഫും നമ്മൾ ഇതേ അളവിൽ തന്നെ വെട്ടിയെടുക്കണം. എന്നിട്ട് സ്റ്റിഫും വെട്ടിയെടുത്ത തുണിയും കൂടെ അയൺ ബോക്സ് വെച്ച് ഒന്ന് തേച്ച് സെക്യൂർ ചെയ്തിട്ട് വേണം നമ്മളിത് മടക്കിയടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ആദ്യം ക്ലോത്ത് വെച്ച് അതിൻ്റെ പുറത്ത് ഈ കോളറിൻ്റെ തുണി വെച്ച് ചുറ്റി ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ചുറ്റും നമ്മൾ കോളർ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ എഡ്ജ് ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് വേണം കോളർ ഉള്ളിലേക്ക് വെച്ച് അവിടെ ഒന്ന് പതിച്ചടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഈ ഭാഗത്തേക്ക് ഒന്ന് പതിച്ചുകൂടെ അടിച്ചു കൊടുത്താൽ ഇത് പ്രോപ്പറായിട്ട് തന്നെ ഇരുന്നോളൂ. ഇനി നമ്മൾ സാധാ ചുരിദാർ പോലെ തന്നെ കൈയും സ്റ്റിച്ച് ചെയ്ത് ഷേപ്പും ചെയ്ത് ഒന്ന് സ്ലിറ്റും കൂടെ അടിച്ചു കഴിഞ്ഞാൽ ഈ കുർത്തി കംപ്ലീറ്റ് ആവും. കോളർ ഞാൻ സെയിം ടോപ്പ് മെറ്റീരിയൽ വെച്ച് തന്നെ ചെയ്തുകൊണ്ട് ഒരു ത്രെഡ് വർക്ക് കൂടെ ഞാൻ അവിടെ ഡീറ്റെയിലിങ്ങിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കോളർ നെക്ക് കുർത്തിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്. അപ്പോൾ ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ വേണമെങ്കിൽ ഞാൻ ഇനി ചെയ്യുമ്പോഴത്തേക്കും ഫുൾ വീഡിയോ ആയിട്ട് എടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ചെറുതായിട്ടെങ്കിലും മനസ്സിലായിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് കൂടെ ചെയ്തേക്കണേ.